എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 2025 ഇറങ്ങിയ ആലപ്പുഴ ജിംഖാന എന്ന മലയാളം സ്പോർട്സ് ഫിലിമാണ്. മലയാളത്തിൽ സ്പോർട്സ് ഫിലിംസ് വരുന്നത് വളരെ കുറവാണ്. അത് പക്ഷേ വരുമ്പോൾ എനിക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാറുണ്ട്. എനിക്ക് പൊതുവേ സ്പോർട്സ് ഫിലിംസ് ഇഷ്ടമല്ല, പക്ഷേ മലയാളത്തിൽ വരുമ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ ഒരു നാടൻ കൾച്ചറും കാര്യങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു സ്പോർട്സ് സിനിമ എടുക്കുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഖാലിദ് റഹ്മാനാണ്. ഇത് കൂടെ എഴുതിയിരിക്കുന്നത് ശശീന്ദ്രനും പിന്നെ ഖാലിദ് റഹ്മാനും റൈറ്ററായിട്ടുണ്ട്. ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് നസ്ലൻ, ലുക്മാൻ അവറാൻ, ഗണപതി, സന്ദീപ് പ്രദീപ്, അനഘാരവി, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് സ്പോർട്സ് സിനിമയാണിത്. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി പറയേണ്ടത് ഇതിൻ്റെ മേക്കിംഗ് അടിപൊളിയാണ്. വെൽ മെയ്ഡ് മൂവിയാണ്. ഇതിൻ്റെ മ്യൂസിക് ആയാലും ഇതിൻ്റെ എഡിറ്റിംഗ് ആയാലും വിഷ്വൽ സിനിമാറ്റോഗ്രഫി ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാം വളരെ വെൽ മെയ്ഡ്. എനിക്ക് ഈ വെൽ മെയ്ഡ് സിനിമകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വീണ് പോകും. എല്ലാവരും പറയും സ്ക്രിപ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ഒരു സിനിമയുടെ. അത് സത്യവുമാണ്. സ്ക്രിപ്റ്റ് നല്ലതും സിനിമ മോശമാണെങ്കിലും ചിലപ്പോൾ സിനിമ വർക്ക് ചെയ്യും. പക്ഷേ എനിക്ക് നല്ല മേക്കിംഗ് ഉള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു നല്ല എക്സാമ്പിൾ പ്രൊമീത്തിയസ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. എനിക്ക് ആ സിനിമയുടെ സ്റ്റോറിയോ കഥയോ ഒന്നും എനിക്കിഷ്ടമല്ല, പക്ഷേ അതിൻ്റെ മേക്കിംഗ് അത്യുഗ്രനായതുകൊണ്ട് ആ സിനിമ ഞാൻ എൻജോയ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇത് വളരെ നല്ല മേക്കിംഗ് ഉള്ള സിനിമയാണ്. ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് ഓരോരുത്തരുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർക്കെല്ലാം ക്രെഡിറ്റ് അർഹിക്കുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് മെയിൻ റോളിൽ നസ്ലനാണ് എത്തുന്നത്. പക്ഷെ മെയിൻ റോളെന്ന് പറഞ്ഞാലും ശരിക്കും അത് നസ്ലിനെ സമ്മതിക്കണം. കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകൾ ലീഡായിട്ട് തന്നെ കിട്ടിയിട്ട് പോലും ഈ സിനിമയിൽ പുള്ളി ലീഡാണ്, പക്ഷേ ഈ ഫുൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നൊരു ലീഡ് ക്യാരക്ടർ അല്ല. ബാക്കിയുള്ള ഓരോ ക്യാരക്ടേഴ്സിനും ഷൈൻ ചെയ്യാനുള്ള അവസരം ഈ സിനിമയിലുണ്ട്. അത് ശരിക്കും എനിക്ക് അങ്ങനെയുള്ളൊരു ഓൺസെമ്പിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓൺസെമ്പിൾ കാസ്റ്റുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നസ്ലൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്ര ലൈക്കബിൾ ക്യാരക്ടർ അല്ല. കാരണം പുള്ളിയുടെ ഒരു മോറൽ പേഴ്സ്പെക്റ്റീവ്, മൊറാലിറ്റിയിൽ പുള്ളി എങ്ങനെയാണ് എത്തിക്കലി പുള്ളി ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതിന് നല്ല ചോദ്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആലപ്പുഴയിലൊക്കെയുള്ള ഒരു സാധാരണ പയ്യൻ, അത്യാവശ്യം അലമ്പും ഉടായ്പും കള്ളത്തരവും ഒക്കെ ഉള്ളൊരു ഉടായ്പ് പയ്യൻ, അങ്ങനെ തന്നെയാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അങ്ങനെ തന്നെയാണ് പോർട്രേ ചെയ്തേക്കുന്നത്. സിനിമയിലെ ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫൈറ്റ് സീക്വൻസസ് ആണ്. ഓരോ ബോക്സിംഗ് മാച്ചും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഭയങ്കര അൺബിലീവബിൾ സ്റ്റണ്ട് അങ്ങനൊന്നും നമുക്ക് തോന്നത്തില്ല. ബോക്സിംഗും ആണല്ലോ, മാർഷൽ ആർട്സ് ഒന്നും അല്ലല്ലോ. പക്ഷേ അവർ ശരിക്കും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഓരോ തവണ കാണുമ്പോഴും നമുക്കൊരു പുള്ള് വരും. അടുത്ത എന്തുവാന്നൊരു ഫീലും ഓരോ ഇടി കൊള്ളുന്നത് ഇമ്പാക്റ്റ് എന്നവരൊക്കെ തോന്നുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മേക്കിംഗ് അത്യുഗ്രനായിട്ടുണ്ട്. സ്റ്റോറി ഓവറോൾ വരുമ്പം ഒരു സ്പോർട്സ് സിനിമയാണ്. സ്പോർട്സ് സിനിമയ്ക്ക് വേണ്ട ഒരു ഡീസൻറ്റ് സ്റ്റോറിയാണ്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നല്ലതാണ്. പക്ഷെ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രധാനമായിട്ട് വരുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ നസ്ലനെ ഇതിനകത്ത് ഒരു ഷെയ്ഡി എന്ന് പറയാൻ പറ്റത്തില്ല. പുള്ളി ഞാൻ എന്തെങ്കിലും പറയുകയാണ്, ഒരു ലോയൽ അല്ലാത്ത ഒരു കഥാപാത്രമാണ്. പർട്ടിക്കുലർലി പുള്ളിയുടെ പേഴ്സണൽ റിലേഷൻഷിപ്സിൽ ഇതിനകത്ത് ഒരു പെൺകുട്ടിയായിട്ട് പുള്ളിക്ക് പ്രണയമുണ്ട്. ആ സമയത്ത് തന്നെ മറ്റൊരു പെൺകുട്ടിയായിട്ട് പ്രണയം. അപ്പോൾ അത് ഒരു നാടൻ പയ്യൻ എങ്ങനെ ആയിരിക്കുമോ അതാണ് അവർ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. പക്ഷേ നസ്ലൻ ഒരു സ്റ്റാർ ആയതുകൊണ്ട് നസ്ലൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കാണുമ്പോൾ അതൊരു നല്ല മെസ്സേജ് അല്ല കൺവേ ചെയ്യുന്നത്. ഇപ്പം സിനിമയ്ക്കകത്ത് മെസ്സേജ് കൺവേ ചെയ്യണമെന്നൊന്നുമില്ല, സിനിമയുടെ കഥ കൊള്ളാമെങ്കിൽ നല്ലത് എന്നാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എനിക്കൊരു മോശമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഗണപതിയുടെ കഥാപാത്രമാണ്. ശരിക്കും നല്ലൊരു കഥാപാത്രം. അതുപോലെ ഒരു റിച്ചായിട്ടുള്ളൊരു കുറേ ആൾക്കാർ ബോക്സിങ് പഠിക്കാൻ വേണ്ടി വരുന്നതും അവർ ബോക്സിങ് ടൂർണമെൻറ്റിന് പോകുന്നതും അവിടെ സംഭവിക്കുന്ന വിജയവും പരാജയവും ഒക്കെയാണ് സിനിമയുടെ പ്രമിസ്. അപ്പോൾ അതിന് പല സൊസൈറ്റിയുടെ പല സ്പെക്ട്രത്തിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് ഗണപതിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം പിടിച്ച പെയിൻറ്റ് പണിക്കൊക്കെ പോകുന്ന ഒരു സാധാരണ മനുഷ്യനാണ്, പക്ഷേ ബോക്സിങ് പാഷനായിട്ട് പഠിക്കാൻ വരുന്നതാണ്. അതേസമയം വേറൊരു പയ്യൻ, ആ പയ്യൻ്റെ പേരെനിക്കറിയത്തില്ല, പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ ഉള്ള വീട്ടിൽ നിന്ന് പ്രോപ്പർ ഫുഡ്, പ്രോട്ടീൻ കഴിക്കത്തുള്ളൂ, ഡയറ്റൊക്കെ നല്ലോണം നോക്കുന്ന, ഇതിനു വേണ്ടി പൈസ മുടക്കി ഇതിൻ്റെ പാഷൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആ രണ്ട് ക്യാരക്ടേഴ്സിനോട് നമുക്ക് നല്ലോണം കണക്റ്റ് ആവും. ഒരാൾ ജാട അല്ലെങ്കിൽ ഒരാൾ പാവ
അങ്ങനല്ല, നമുക്ക് രണ്ടുപേരും ബോക്സേഴ്സാണ്, ബോക്സിംഗ് ആണ് ഇവിടുത്തെ പ്രധാനമായ ടോപ്പിക്ക്, അല്ലാതെ ഇവരുടെ സാമ്പത്തിക സ്ഥിതി അല്ല എന്നുള്ളത് നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു സിനിമ. എനിക്ക് ഞാൻ മുൻപ് പറഞ്ഞ ഒരു ഇഷ്യൂ ഉള്ളൂ. പിന്നെ ഇത്രയും യങ് ആക്ടേഴ്സിനെ കൊണ്ട് ഇങ്ങനെ നല്ലോണം അഭിനയിപ്പിച്ചത് ശരിക്കും ഖലീദ് റഹ്മാൻ, ഡെസ്പൈറ്റ് ഓൾ ഹിസ് സോഷ്യൽ ഇമേജ്. ഇപ്പം ഖലീദ് റഹ്മാനെ പറ്റി കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഡെസ്പൈറ്റ് ഓൾ ദാറ്റ് ആസ് എ ഡയറക്ടർ വളരെ നല്ലോണം ചെയ്തിട്ടുണ്ട്. അത് മലയാളത്തിൽ വളരെ റെയറായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് ഈ യങ് ആക്ടേഴ്സിനെ നല്ലോണം അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോരുത്തരെയും എടുത്തു പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷേ കൊള്ളാം. എനിക്ക് ഒരു ഇച്ചിരി എത്താവുന്നതിൻ്റെ അത്രയും ആക്ടിങ്ങിലോട്ട് എത്തിയില്ല എന്ന് തോന്നുന്നത് ലുക്മാൻ അവറാൻ്റെ ക്യാരക്ടറാണ്. എൻഡിങ് ഒക്കെ ആകുമ്പോൾ വളരെ നല്ലതാണെങ്കിലും തുടക്കത്തിലൊക്കെ ഒരു മസിൽ പിടിച്ചുള്ളൊരു ക്യാരക്ടറായിട്ടാണെങ്കിലും ഒരു ബിലീവബിളായിട്ട് എനിക്ക് തോന്നിയില്ല. അത് വിയർഡ് തിങ് ഇസ് ദാറ്റ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ ലുക്മാൻ അവറാനാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ വരുമ്പോഴേ എനിക്കത് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായി. സൗദി വെള്ളക്കെ പോലൊക്കെയുള്ള സിനിമകൾ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഓവറോൾ സിനിമ ഞാൻ പറഞ്ഞ പോലെ നല്ലതാണ്. സ്പോയിലേഴ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ഡെഫിനറ്റ്ലി റെക്കമെൻഡഡ് ആണ്. പർട്ടിക്കുലർലി ബോക്സിങ്, അതുപോലെ ഈ നമ്മൾ ഈ കോളേജിനൊക്കെ മുമ്പോ അല്ലെങ്കിൽ കോളേജിന് ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ അലമ്പി നടക്കുന്ന പിള്ളേരുടെ ഒക്കെ കൂടെ നമ്മൾ അലമ്പി എന്ന് പറയുന്നത് ശരിയല്ല, നമ്മുടെ ഒരു ഗ്യാങ് കാണുമല്ലോ, ഒരു ബോയ്സ് ഗ്യാങ് അല്ലെങ്കിൽ ഗേൾസ് ഗ്യാങ്. ആ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ നടക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റും. കാരണം ഒരുപാട് ഓർമ്മകളും സന്തോഷകരമായ നിമിഷങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ ഓവറോൾ വെൽ മെയ്ഡ് മൂവിയാണ്. സോ അത് വേർത്താണ്. ചില കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട്, പക്ഷെ അതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സിനിമ കൊള്ളാം. നൗ ഗോയിങ് ടു ദ സ്പോയിലറി ഫസ്റ്റ് പറയേണ്ടത് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാഞ്ഞത് ബേസിക്കലി നസ്ലൻ്റെ ഫാമിലിയെ ഒക്കെ കാണിച്ചിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, അതല്ല എൻ്റെ പ്രശ്നം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു സ്റ്റാറായിട്ടുള്ള നസ്ലൻ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ഓക്കെ ആണ്. ഒരു പെൺകുട്ടിയോട് കമ്മിറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ അടുത്ത് പോകുന്നു, വേറൊരു പെൺകുട്ടിയുടെ അടുത്ത് പോകുന്നു, ചുമ്മാ പോയിട്ട് ഈ കോഴിത്തരം കാണിക്കുന്നത് ഓക്കെ ആണെന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതിനൊരു റിപ്പർക്കഷൻ ഇല്ല, പുള്ളി തിരിച്ചറിയുന്നില്ല ഈ സിനിമയിലെങ്ങും പുള്ളി ചെയ്തത് തെറ്റാണെന്ന്. അത് വലിയൊരു പ്രശ്നമാണ് ഈ സിനിമയിൽ. അത് പ്രധാന കഥാപാത്രം ഇപ്പോൾ സൈഡിലെ ഒരു ക്യാരക്ടറായിരുന്നു ചെയ്തിരുന്നെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഇത് മെയിൻ ക്യാരക്ടർ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതുണ്ട്. പിന്നെ ലാസ്റ്റിൽ ക്ലൈമാക്സ് അണ്ടർമൈൻ ചെയ്യുന്നത്, ക്ലൈമാക്സിൽ ഇവരാരും ജയിക്കത്തില്ല എന്നുള്ളത്, ഒരാളെ ജയിക്കത്തുള്ളൂ, അയാളും സെക്കൻഡ് റൗണ്ടിൽ പോകും എന്നുള്ളത് ശരിക്കും അതൊരു ആൻറ്റി ക്ലൈമാക്റ്റിക് മൊമെൻ്റ് ആണ്. അത് കൊള്ളാം, സ്റ്റോറിയിലൊക്കെ കൊള്ളാം. പിന്നെ നമ്മൾ ഈ അധികം സ്പോർട്സ് സിനിമ മലയാളത്തിലൊന്നും കാണാത്തതുകൊണ്ട് കാണുമ്പം ഇവർ ജയിച്ചിരുന്നെങ്കിൽ കൊള്ളാം എന്ന് നമുക്ക് തോന്നും. പക്ഷേ അഗെയിൻ അണ്ടർമൈനിങ് ദ ഓഡിയൻസ് എക്സ്പെക്റ്റേഷൻ ആണ്. പൊതുവേ ഉള്ള സ്പോർട്സ് സിനിമകളിൽ അങ്ങനെ അല്ല. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഇറങ്ങുന്ന സിനിമകളിൽ എപ്പോഴും നായകന്മാർ അല്ലെങ്കിൽ നായികമാർ ജയിക്കുന്നതാണ് കണ്ടുവരുന്നത്. ഇതിനകത്ത് അതൊന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. അത് കൊള്ളാം, നല്ലതാണ്. പക്ഷേ ഇനിയും വരുന്ന സ്പോർട്സ് സിനിമകളിൽ ഇങ്ങനെ അണ്ടർമൈൻ ചെയ്ത് പോകരുത്. ചില സിനിമകളിലെങ്കിലും നായകന്മാരും ഒക്കെ ജയിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതൊരു വലിയ കംപ്ലൈൻ്റ് ആയിട്ടല്ല പറയുന്നത്. എനിക്ക് തീരെ ഇഷ്ടപ്പെടാനൊരു കാര്യം ലാസ്റ്റിലത്തെ ഫൈറ്റാണ്. ലാസ്റ്റിലത്തെ ഫൈറ്റ് അത്യാവശ്യം നല്ല കൊറിയോഗ്രാഫ്ഡും ഒക്കെ ആണെങ്കിലും അൺബിലീവബിൾ ആയിരുന്നു. അത് എന്തുവാ, അതൊരു കുറേ പേര് വരുന്നു, തല്ലുന്നു, അടിക്കുന്നു, ഓടുന്നു. എനിക്കതൊരു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അത്രയും ആൾക്കാർ എങ്ങനെയാണ് അവിടെ വന്നതെന്ന് പോലും നമുക്കറിയില്ല. ഒരു കൊച്ചിയിൽ നടക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിട്ടല്ലേ കാണിക്കുന്നത്. അപ്പോൾ അത്രയും പെട്ടെന്ന് അത്രയും പേര് ഒന്നിച്ച് വന്ന് ഇവരെ തല്ലാൻ വരുന്നു രാത്രിയിലെന്നുള്ളത് എനിക്കത് ബിലീവബിളായിട്ട് തോന്നിയില്ല. പിന്നെ ലാസ്റ്റ്ലി പറയാനുള്ളത്, ഇതിനകത്ത് ചില ക്രിഞ്ച് സീൻസൊക്കെ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആലപ്പുഴയിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് വള്ളപ്പാട്ട് പാടിയവരെ അകത്ത് മുകളിലോട്ട് കയറ്റുന്നൊരു സീനുണ്ട്. അത് കൊള്ളാം. പക്ഷെ അത് എത്ര വട്ടമാണ് കാണിക്കുന്നത്, 5 വട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. അതും എഗെയിൻ അതിലൊരു സ്റ്റോറി പറയുന്നുണ്ട്. ആദ്യമേ പാടുമ്പോൾ അത് ക്രിഞ്ചാണ്, പിന്നെ പാടുമ്പോൾ ക്രിഞ്ചാണ്, പിന്നെ പതുക്കെ അതിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, അവസാനം വരുമ്പോൾ ആൾക്കാരത് പാടുന്നു. കാണിച്ചേക്കുന്നത് കൊള്ളാം, പക്ഷേ എനിക്ക് പല സീനുകളിലും അത് കുറച്ച് വെട്ടിക്കുറയ്ക്കായിരുന്നു എന്ന് തോന്നി, ഒത്തിരി അങ്ങ് പാക്ക് ചെയ്ത പോലെ തോന്നി. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാനൊരു കാര്യം ഇതിൻ്റെ ലെങ്താണ്. ഈ സിനിമ ഭയങ്കര ലെങ്തിയാണ്, 2.5 മണിക്കൂർ ഉണ്ട്. അതൊട്ടും ഇതിന് അത്രയും സമയം ആവശ്യമില്ല. സിനിമ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ഒക്കെ ആയിരുന്നു. ഇത്രയും കഥാപാത്രങ്ങളുള്ളതുകൊണ്ട് എല്ലാവർക്കും സ്ക്രീൻ ടൈം കൊടുക്കാനൊക്കെ വേണ്ടിയാണ് അത്രയും ലെങ്ത് ആക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്നാലും ഒരു സ്പോർട്സ് സിനിമയാവുമ്പം ഇത്രയും ലെങ്തിൻ്റെ ആവശ്യമില്ല, ഒരു കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആക്കാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ബട്ട് എഗെയിൻ ആസ് എ ഫൈനൽ കോൾ പറയാനുള്ളത്, എനിക്ക് ശരിക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്, റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ്. പർട്ടിക്കുലർലി സ്പോർട്സ് ഇഷ്ടമുള്ളവർ, പയ്യൻസ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ പയ്യൻസ് ആയിരുന്ന ആൾക്കാർ
അവർക്കൊക്കെ ഇഷ്ടപ്പെടും. സ്ത്രീ കഥാപാത്രങ്ങൾ നല്ലവണ്ണം ഇതിനകത്തുണ്ട്, പക്ഷെ അതാരും പ്രധാന കഥാപാത്രങ്ങളല്ല. പർട്ടിക്കുലർലി നറ്റാഷ എന്ന് പറയുന്ന ക്യാരക്ടർ നല്ലോണം ചെയ്തിട്ടുണ്ട്, നല്ല ക്യാരക്ടറാണ്. പക്ഷേ എഗെയിൻ റെലവൻസും സ്ക്രീൻ ടൈമും ഒക്കെ കുറവാണ്. സോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും റിവ്യൂ കേട്ടതിന് ഒത്തിരി നന്ദി. വീണ്ടുമുള്ള റിവ്യൂസൊക്കെ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നന്ദി, നമസ്കാരം.